പഠിക്കുമ്പോൾ പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡായിട്ട് വാങ്ങുവാനുള്ള അവസരമുണ്ട്. പഠനം കഴിഞ്ഞാൽ നേരിട്ട് 3.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയിലധികം മാസം സമ്പാദിക്കാനും ഒരു വിദ്യാർത്ഥിയെ ഈ പ്രോഗ്രാം പ്രാപ്തമാക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ക്ലാരിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പോസിറ്റീവായും നെഗറ്റീവായുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ എം റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. വികസിതമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുക എന്നൊക്കെ പറയുന്നത് ചെലവുള്ള കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? വികസിത രാജ്യത്ത് മാത്രമല്ല ഇന്ന് പഠനത്തിന് സാമ്പത്തിക ചെലവുള്ളത്. നമ്മുടെ നാട്ടിലും ഇന്ന് പഠനത്തിന് വളരെയധികം സാമ്പത്തിക ചെലവുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ വിദ്യാഭ്യാസവും സർക്കാർ മേഖലയിലായിരുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്കെല്ലാം പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് പൊതുവെ പ്രൈവറ്റ് മേഖലയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിൽ പഠിക്കണമെങ്കിൽ നല്ല സാമ്പത്തികമായ പണം മുടക്കിയാൽ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിലും പഠിക്കാനായിട്ടുള്ള അവസരമുള്ളൂ. ഈ സമയത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയായിട്ടുള്ള ജർമ്മനി സൗജന്യ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നത്. അവരുടെ നാട്ടിലെ ഭാഷയായിട്ടുള്ള ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ ജർമ്മൻ മീഡിയത്തിൽ പഠനം നിർവഹിക്കുന്ന ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ചേരുന്നതിന് വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തികച്ചും സൗജന്യമായി ജർമ്മനിയിൽ പോയി പഠിക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം നൽകുന്നത്. സൗജന്യമായി പഠിക്കാമെന്ന് മാത്രമല്ല, പഠിക്കുമ്പോൾ പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡായിട്ട് വാങ്ങുവാനുള്ള അവസരമുണ്ട്. അതായത് ജർമ്മനിയിലെ നമ്മുടെ ജീവിത ചെലവുകളെല്ലാം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ ഒരു 60,000-70,000 രൂപ നമുക്ക് സമ്പാദിക്കാനുള്ള അവസരമാണ് പഠന കാലയളവിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. 3 വർഷം പഠിക്കുമ്പോൾ 3 വർഷത്തെ പഠന കാലയളവ് ട്യൂഷൻ ഫീ ഇല്ലാതെ സൗജന്യമായി പഠിക്കാമെന്ന് മാത്രമല്ല, ആ 3 വർഷത്തെ പഠന സമയത്ത് 54 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡായിട്ട് അവർക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. പഠനം കഴിഞ്ഞാൽ നേരിട്ട് 3.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയിലധികം മാസം സമ്പാദിക്കാനും ഒരു വിദ്യാർത്ഥിയെ ഈ പ്രോഗ്രാം പ്രാപ്തമാക്കും. പിന്നീട് ആ രാജ്യത്ത് സ്ഥിരമായ ജോലി, PR, സിറ്റിസൺഷിപ്പ് ഇതെല്ലാം അവർക്ക് ലഭ്യമാകും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പിന്നിൽ നിൽക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലോ അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഫാമിലിയിലോ വിദ്യാർത്ഥികളെല്ലാം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നൊരു കാര്യം ചെയ്യാൻ തയ്യാറായാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ അല്ലെങ്കിൽ അതൊന്നും മാനദണ്ഡമാകാതെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഹൗസ് ബിൽഡിംഗ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സെറ്റിലാക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം ഈ പ്രോഗ്രാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും എന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊരു വിദ്യാർത്ഥി +2 പഠനം പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 17-18 വയസ്സാണ് പ്രായം. 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി +2 പഠനം കഴിഞ്ഞ് 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷമെന്ന് കൂട്ടാം. 8 മാസത്തെ പഠനവും പരീക്ഷയെല്ലാം കഴിഞ്ഞ് 1 വർഷം സമയം പഠിക്കുകയാണെങ്കിൽ 18-ാമത്തെ വയസ്സിൽ അവരുടെ ജർമ്മൻ ലാംഗ്വേജ് പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ പോകാൻ അവർ പ്രാപ്തമാകും. 18-ാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ 19 വയസ്സെന്ന് കൂട്ടാം. 19-ാമത്തെ വയസ്സ് മുതൽ പ്രതിമാസം 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങി ജർമ്മനിയിൽ പോയി സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമാണ് ഈ 18-19 വയസ്സെന്ന് പറയുന്നത്. ഈ പ്രായം മുതൽ 3 വർഷത്തെ പഠന കാലയളവിൽ 19 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള പ്രായത്തിൽ 54 ലക്ഷം രൂപ അവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. 19 വയസ്സുള്ളൊരു വിദ്യാർത്ഥിക്ക് അവരുടെ വീട്ടിലേക്ക് എല്ലാ ചെലവും കഴിഞ്ഞ് പ്രതിമാസം 40,000-ഓ 50,000-ഓ 60,000-ഓ രൂപയൊക്കെ അയച്ചു കൊടുക്കാനുള്ള അവസരം ഈ പ്രോഗ്രാമിൽ പോകുന്നതിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 19 വയസ്സുള്ളൊരു വിദ്യാർത്ഥിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നതിലൂടെ കേവലം 19 വയസ്സാകുമ്പോൾ 1.5 ലക്ഷം രൂപ കയ്യിൽ എണ്ണി വാങ്ങാനുള്ള അവസരം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. 22 വയസ്സാകുമ്പോൾ 3.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിൽ അവർക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നു. ആ യങ് ഏജിൽ ഓവർ ടൈമൊക്കെ ചെയ്യാൻ തയ്യാറായാൽ
5 ലക്ഷം രൂപയിലധികം പ്രതിമാസം സമ്പാദിക്കാൻ അവർക്ക് സാധിക്കുന്നു. അപ്പം ജീവിതത്തിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ജീവിതത്തെ പെർമനൻ്റായി സെറ്റിൽഡ് ആക്കാൻ വേണ്ടി ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം അവരെ സഹായിക്കും. പിന്നീട് അവർക്ക് ജർമ്മനിയിൽ PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വികസനമുള്ള വികസിതമായ രാജ്യത്തെ സ്ഥിരമായി ജീവിക്കാനൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ചെറിയ പ്രായത്തിൽ ഏറ്റവും മെറിറ്റ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും, സാമ്പത്തിക ശേഷി കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും ജർമ്മനിയിൽ പോയി പഠിക്കുവാനും അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കരിയർ പാത്വേയിലൂടെ അവരുടെ ജീവിതത്തെ വളരെ യങ് ഏജിൽ തന്നെ സെറ്റിൽ ചെയ്യാനും പറ്റുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഒരു മനോഭാവം എന്തായിരിക്കണം? പൊതുവേ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ അനുവർത്തിച്ച് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മുൻപേയുള്ള വർഷങ്ങളിൽ ആളുകൾ എന്താണോ ചെയ്തത് അത് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ +2 വിദ്യാഭ്യാസം കഴിയുമ്പോൾ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ സയൻസ് സബ്ജക്റ്റ് പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് എക്സാമോ JEE എക്സാമോ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന് പോവും. അവർ റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കിയുള്ള ആളുകൾ പിന്നീട് സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളിലേക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് ചേരുന്നതായിട്ടാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ ആളുകൾ ഇതുപോലെ തന്നെ നേഴ്സിങ്, മറ്റു വിധത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കും. മാർക്ക് വളരെ കുറവുള്ള ആളുകൾ ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകും. അതിലും മാർക്ക് കുറവുള്ള ആളുകൾ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കും. തീരെ മാർക്ക് കുറഞ്ഞ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമ്മുടെ ഒരു പാറ്റേൺ പ്രകാരം നമ്മുടെ ഒരു പാത്വേ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഏറ്റവും നല്ല പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ പോലും വളരെയധികം കുട്ടികളും മാതാപിതാക്കളും ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാത്തതിൻ്റെ കാരണം ഇതിനൊരു ഒട്ടനവധി വിദ്യാർത്ഥികൾ ഒട്ടനവധി വർഷക്കാലം തുടർച്ചയായി പോയിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് മൂവർ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതൊരു കാര്യവും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുന്ന ആളുകൾക്കാണ് ഏറ്റവും ഉയർന്ന വിജയം ലഭിക്കുന്നത്. ഒരു പക്ഷേ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് 1-2 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി കഠിനമായ മെറിറ്റുള്ളൊരു പ്രോഗ്രാമായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ജർമ്മനിയിൽ ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ +2-നൊരു മാർക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പല കടമ്പകളും ഓരോ വർഷം കഴിയുന്തോറും ഇതിനാവശ്യമായി വന്നേക്കാം. ഇന്ന് ഈ പ്രോഗ്രാം വളരെ സിമ്പിളാണ്, എളുപ്പമാണ്, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ പോയി നിങ്ങളുടെ ജീവിതം കളയാതെ, അല്ല നിങ്ങളുടെ ജീവിതത്തെ ആവറേജായി തളച്ചിടാതെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ശമ്പളവും സൗജന്യ വിദ്യാഭ്യാസവും ജർമ്മനി പോലെയുള്ള ഒരു വികസിത രാജ്യത്ത് ജീവിക്കാനുള്ള അവസരവും എല്ലാമുള്ള ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ബുദ്ധിപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ എല്ലാ 5 കിലോമീറ്ററിൽ ഒരു ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിന് ഒരാൾ എഡ്യൂഫെയറിലേക്ക് കടന്നു വരണം? തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠനം ഒരു തരംഗമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെപ്പറ്റിയും ജർമ്മനിയിൽ പോകുന്നതിനെ പറ്റിയുമാണ് പൊതുവെ പരസ്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതായി നമ്മൾ കാണുന്നത്. പക്ഷേ എവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പലപ്പോഴും ആളുകൾ ഇന്ന് ഒരു ബിസിനസ്സിൽ പണമുണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെയും ജർമ്മനിയിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിനെയൊക്കെ സമീപിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി എന്തെങ്കിലും എല്ലാം പരസ്യം കൊടുത്ത് കുറേ വിദ്യാർത്ഥികളെ ആകർഷിച്ച് പണമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൽ പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി എഡ്യൂഫ്ലെയറിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ശേഷി കുറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറവുള്ളവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് എഡ്യൂഫ്ലെയർ ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരുന്ന വിദ്യാർത്ഥികൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനിയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എഡ്യൂഫ്ലെയറിൽ ചേരുന്നൊരു വിദ്യാർത്ഥി പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കി ജർമ്മനിയിൽ എത്തിക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് എഡ്യൂഫ്ലെയർ പ്രവർത്തിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠനമാണ് എഡ്യൂഫ്ലെയറിൽ നൽകുന്നത്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളാണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെ പഠിച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകാൻ വേണ്ടി സാധിക്കും, എവിടെ പഠിച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി ജർമ്മൻ ലാംഗ്വേജിൽ കോൺഫിഡൻസോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കി അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ ചേരുകയാണ് വേണ്ടത്. തീർച്ചയായും എഡ്യൂഫ്ലെയർ നിങ്ങൾ പഠിക്കാൻ തയ്യാറായി വരുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കാനും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയാക്കി തീർത്ത് നിങ്ങളെ ജർമ്മനിയിൽ എത്തിക്കാൻ ആവശ്യമായ പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് നിങ്ങളെ ജർമ്മനിയിൽ എത്തിക്കാൻ എഡ്യൂഫ്ലെയറിന് കഴിയും. സർ, എഡ്യൂഫ്ലെയറിൽ നിരവധി കുട്ടികൾക്ക് 100% മാർക്ക് കിട്ടുന്നുണ്ട്. മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും എഡ്യൂഫ്ലെയറിലെ കുട്ടികൾക്ക് ഈ 100% മാർക്ക് കിട്ടുന്നത്? എഡ്യൂഫ്ലെയർ 3-4 വർഷത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിലൂടെ കൃത്യമായ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂഫ്ലെയറിൽ കൃത്യമായ ഒരു ടീച്ചിങ് പെഡഗോഗിയുണ്ട്, അതുപോലെ തന്നെ കരിക്കുലമുണ്ട്, ടീച്ചിങ് മെത്തഡോളജിയുണ്ട്. ഇതിലൂടെ ഒരു വിദ്യാർത്ഥിയെ കടത്തിവിടുമ്പോൾ ആ വിദ്യാർത്ഥി എൻഡ് ഗോളായിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുകയും ജർമ്മൻ ലാംഗ്വേജിൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായി തീരുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എഡ്യൂഫ്ലെയർ അതിൻ്റെ സിസ്റ്റം എല്ലാം തയ്യാറാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ പഠിക്കാൻ തയ്യാറായി വരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കുന്നതിൽ സീരിയസ്നെസ് ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂഫ്ലെയറിലെ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് തീർച്ചയായും 100% മാർക്ക് വാങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ഓരോ മൊഡ്യൂളുകളിലും 100% മാർക്കുകൾ എഡ്യൂഫ്ലെയറിൽ വാങ്ങുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളുകളും പാസ്സാവുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി സ്ഥിരമായി ജർമ്മനിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി എഡ്യൂഫ്ലെയറിനുള്ളത് തീർച്ചയായും എഡ്യൂഫ്ലെയറിൻ്റെ സിസ്റ്റം അതിന് ആപ്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ടാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പെഡഗോജി സിസ്റ്റംസ് ഇവിടെ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്നാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും എഡ്യൂഫ്ലെയർ എല്ലാ കാര്യങ്ങളും വളരെയധികം ക്വാളിറ്റിയോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരു രാജ്യത്തേക്കാണ് നമ്മൾ വിദ്യാർത്ഥികളെ അയക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ക്വാളിറ്റിയോട് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തെ ക്വാളിറ്റിയേക്കാൾ ഉയർന്ന ക്വാളിറ്റി പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂഫ്ലെയറിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്യൂഫ്ലെയർ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, കോഴിക്കോട് ടൗണിൽ ഓഫീഷ്യൽ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് എല്ലാവർക്കും വരുവാനും പോകാനും എളുപ്പമുള്ള ഒരു സ്ഥലത്ത് RP മാൾ എന്ന് പറയുന്ന ഒരു ലക്ഷറി മാളിനുള്ളിൽ, ആ മാളിൻ്റെ ആംബിയൻസിൽ സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമുകളിലാണ് വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ടീച്ചിങ് നൽകുന്നത്. ഇൻട്രാക്റ്റീവ് പാനൽ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. കേവലം അധ്യാപകർ ഒരു വൈറ്റ് ബോർഡിൽ എഴുതി കാണിക്കുന്നതിലുപരി ആ ഇൻട്രാക്റ്റീവ് പാനൽ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ക്ലാസ് റൂമിൽ തന്നെ വീഡിയോകൾ പ്ലേ ചെയ്യാനും പോഡ്കാസ്റ്റുകൾ കേൾക്കുവാനും, അങ്ങനെ അവർക്ക് എല്ലാ അർത്ഥത്തിലും ആ ലേണിങ്ങിൻ്റെ ഡെപ്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. കൂടാതെ എഡ്യൂഫ്ലെയറിൻ്റെ ക്ലാസ് റൂമിൽ എല്ലാ ക്ലാസ്സിലും 2 അധ്യാപകർ വീതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ട്. ഒരു സീനിയർ ഫാക്കൽറ്റി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്ന വേറെ സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റികൾ മുഖാന്തരമാണ് നമ്മളിവിടെ ലാംഗ്വേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ളത്. പലപ്പോഴും പല വിദ്യാർത്ഥികളും പുസ്തകത്തിൽ വായിച്ച് പഠിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥികളായിട്ട് ഒട്ടനവധി ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി തയ്യാറുള്ള അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികൾ പരിമിതമാണ്. ഈ കുട്ടികൾക്ക് പോലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അഭിമുഖീകരിച്ച് ലാംഗ്വേജ് സംസാരിക്കാനുള്ള ആക്ടിവിറ്റികളാണ് എഡ്യൂഫ്ലെയറിൽ പൊതുവെ നൽകുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും എഡ്യൂഫ്ലെയറിൽ എക്സാമുകളുണ്ട്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ശനിയാഴ്ച എക്സാം ഇട്ട്
ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തിയതിന് ശേഷമാണ് പിന്നത്തെ തിങ്കളാഴ്ചത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ അവർക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. മോക്ക് എക്സാമുകൾ, അതുപോലെ തന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ, ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. എഡ്യൂഫ്ലെയറിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും മൊഡ്യൂൾ തോറ്റുപോയാൽ അവരെ വിജയിക്കുന്നത് വരെ പിന്നെ സൗജന്യമായി എഡ്യൂഫ്ലെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എഡ്യൂഫ്ലെയറിൽ സൗജന്യമായി പഠിച്ച്, അതായത് അവർ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ക്യാമ്പസിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ പോകാം. അവർക്ക് പിന്നീട് പരീക്ഷ എഴുതുന്ന അവസരത്തിൽ സൗജന്യമായിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ, മോക്ക് എക്സാമുകൾ, ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് പാസ്സാവുന്നത് വരെ സൗജന്യമായി ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് വീണ്ടും പരീക്ഷ എഴുതി പാസ്സായി ജർമ്മനി പോകാനുള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക, അവരെ പാസ്സാക്കുക, അവർക്ക് ജർമ്മൻ ലാംഗ്വേജിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നൽകുക, ഇതിലൂടെ അവരെ ജർമ്മനിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എഡ്യൂഫ്ലെയർ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.